പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം ധ്യാനിക്കുന്നത് നല്ലതാണ്. 40-ാമത്തെ സങ്കീർത്തനമാണ്. കർത്താവെ, അങ്ങയുടെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വരുന്നു. കർത്താവെ, അങ്ങയുടെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വരുന്നു. ഒന്നാമത്തെ വായന ഈ വചനം ജീവിച്ചൊരു മനുഷ്യനെ കാണിച്ചു തരും നമുക്ക്. ജെഫ്തയാണ്. സർവ്വസൈന്യാധിപനായി, ഇസ്രായേലിൻ്റെ സർവ്വസൈന്യാധിപനായി നിയോഗിക്കപ്പെട്ടതിന് ശേഷം ഈ മനുഷ്യൻ യുദ്ധം ചെയ്യാൻ പോകുന്ന നേരത്ത് പറയുന്നുണ്ട്, ഇവരെ കീഴടക്കാനായി അങ്ങൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ വിജയിച്ച് ഞാൻ തിരിച്ചു ചെല്ലുന്ന നേരത്ത് എൻ്റെ കൊട്ടാരവാതിൽക്കൽ ആരാണോ നിൽക്കുന്നത് അവനെ ഞാൻ നിനക്ക് നേർച്ചയായി നൽകും. തിരിച്ചു ചെല്ലുമ്പോൾ കാണുന്നത് സ്വന്തം മകള് ആഹ്ലാദാരവങ്ങളോടുകൂടി തൻ്റെ അപ്പൻ്റെ വിജയം ആഘോഷിക്കാനായി തൻ്റെ മുൻപിൽ വന്ന് നിൽക്കണതാണ്. വചനത്തിൻ്റെ അവസാനം, ഇന്നത്തെ ഒന്നാമത്തെ വായനയുടെ അവസാനം നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ നേർന്നിരുന്നത് പോലെ അവളോട് ചെയ്തു. അതായത് കർത്താവിന് ബലി കൊടുക്കുന്നുണ്ട് സ്വന്തം മകളെ. കർത്താവ്, ഇത് അങ്ങയുടെ ഹിതം നിറവേറ്റാൻ ഞാനിതാ വരുന്നു. കർത്താവിൻ്റെ ഹിതമനുസരിച്ച് ഇങ്ങനെ സ്വന്തം മകളെപ്പോലും വിട്ടുകൊടുക്കാനായി തയ്യാറാകുന്ന ഒരപ്പനെ ഒന്നാമത്തെ വായനയിൽ വായിക്കുമ്പോൾ, കർത്താവ് ഒരുക്കിയ വിരുന്നിന് വരാതെ ഇങ്ങനെ വ്യാപാരത്തിനും ചന്തയിലേക്കുമൊക്കെ പൊയ്ക്കളയുന്ന മനുഷ്യരെ, നേരെ വിപരീത ദിശയിൽ നടക്കുന്ന മനുഷ്യരെ സുവിശേഷത്തിൽ കർത്താവ് ഉപമയിലൂടെ നമുക്ക് കാണിച്ചു തരും. എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അത് വകവയ്ക്കാതെ ഒരുവൻ വയലിലേക്കും വേറൊരുവൻ വ്യാപാരത്തിനും പൊയ്ക്കളഞ്ഞു എന്നാണ് വചനം പറയണേ. എന്തൊരു വൈരുദ്ധ്യമാണെന്ന് നോക്കണം. ചില മനുഷ്യരിങ്ങനെ ജീവിതത്തിൻ്റെ മുഴുവൻ കൊടുക്കാനായി തയ്യാറായി നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ടതെല്ലാം കർത്താവിന് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാകുമ്പോൾ, മറ്റു ചിലര് അവനെ ഇങ്ങനെ പാടെ അവഗണിച്ച് കളയുന്ന രീതി കാണുന്നു. വലിയ സ്നേഹത്തോടുകൂടെ ക്ഷണിക്കപ്പെട്ട വിരുന്നിലേക്ക് കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ചല്ലാതെ ഒരാൾ കടന്നു വരുന്നത് കൂടെ പറഞ്ഞുകൊണ്ടാണ് സുവിശേഷം അവസാനിക്കുക. നിന്റെ വിവാഹ വസ്ത്രം എവിടെയെന്ന് ചോദിക്കും. നമ്മൾ വെളിപാട് പുസ്തകത്തിൻ്റെ 19-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ഓരോരുത്തരും ചെയ്ത സൽപ്രവൃത്തികളുടെ വെള്ളവസ്ത്രം ധരിച്ചിട്ട് വേണം കർത്താവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ. അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കാതെ, കർത്താവിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കാതെ അവിടത്തോടൊപ്പം എങ്ങനെയാണ് നമ്മളൊരു വിരുന്നിൽ പങ്കുചേരുക? അവനെ പ്രസാദിപ്പിക്കുക. കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് വിട്ടുകൊടുക്കാൻ പഠിച്ചു തുടങ്ങണം നമ്മൾ. കഴിഞ്ഞ ദിവസം ഒരു യൂണിറ്റിൽ പോകുമ്പോൾ ദൈവവിളിയെക്കുറിച്ചുള്ള സംസാരം ഉണ്ടായിരുന്നു. നമ്മൾ ആരെങ്കിലുമൊക്കെ വിട്ടിട്ടുണ്ടോ? എത്ര കൊല്ലമായി നമ്മുടെ യൂണിറ്റുകൾ തുടങ്ങിയിട്ടെന്ന് ചോദിക്കുമ്പോൾ 30-35 വർഷങ്ങളെന്നൊക്കെ പറയുന്നുണ്ട്. ഒരച്ഛനെ വിടുന്നുണ്ടോ? ഒരു സിസ്റ്റർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് തിരിച്ചു ചോദിക്കാനായിട്ട് കാര്യങ്ങളുണ്ട്. അച്ഛാ, ആകെ ഒരെണ്ണമൊക്കെയല്ലേ ഉള്ളൂ, 1-1.5 ഉള്ളൂ എന്ന് പറഞ്ഞു. ഉള്ളതിനെ മുഴുവൻ കർത്താവിന് വിട്ടുകൊടുത്ത, അതിന് മനസ്സുണ്ടായ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതം പൊക്കോട്ടെ എന്ന് തീരുമാനിച്ച ചില മനുഷ്യരുടെ ഈ ഒരു മനസ്സിൻ്റെ നൊമ്പരത്തോടുകൂടെയാണെങ്കിലും ഉള്ള വിട്ടുകൊടുക്കൽ വഴിയായിട്ടാണ് ഈ ലോകത്തിൽ ഒരുപാട് നന്മകൾ വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താതെ സ്വന്തം ഇഷ്ടം, തന്നിഷ്ടമനുസരിച്ച് മാത്രം ജീവിക്കാൻ ആളുകൾ തീരുമാനിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ക്രോധം ഇറങ്ങുന്നുണ്ട്. സുവിശേഷത്തിലെ വളരെ വിരളമായി നമ്മൾ മാത്രം കാണുന്ന നിങ്ങൾക്ക് ദുരിതം എന്ന് പറയുന്ന വാക്കുകൾ നമ്മളിവിടെ കാണും. അവനെ പുറത്തേക്ക് അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക, അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും എന്നൊക്കെ പറയുന്ന വിധത്തിൽ കരുണ നിറഞ്ഞ കർത്താവിൻ്റെ നാവിൽ നിന്ന് ഇങ്ങനെ ശാപമല്ലെങ്കിലും അതിനോടടുത്ത വാക്കുകൾ വരുന്നത് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താത്തത് കൊണ്ടല്ലേ. തമ്പുരാനെ, ഞങ്ങളുടെ കുടുംബം അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് നീങ്ങട്ടെ. ഞങ്ങളുടെ കുഞ്ഞുമക്കളെ അങ്ങ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഇങ്ങനെ സ്നേഹപൂർവ്വം വിട്ടു നൽകാനുള്ള മനസ്സ് ഞങ്ങൾക്കുണ്ടാവട്ടെ. ചില കാര്യങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നടന്നോട്ടെ എന്ന് പറഞ്ഞ് തീരുമാനിച്ച് ഒരുമിച്ചത് കർത്താവിന് വിട്ടുകൊടുക്കാനാവട്ടെ. അത് സാധിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ സന്തോഷം നിറയും. യഥാർത്ഥമായിട്ടുള്ള സമാധാനം അനുഭവിക്കും. നമ്മൾ കർത്താവിൻ്റെ കൂടെ ഇരുന്ന് വിരുന്നുണ്ണാനാവും നമുക്ക്.
ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ പണിതുയർത്തി വച്ചിരിക്കുന്ന സ്വർഗം കണക്കിയുള്ള വീടിനെ സ്വപ്നം കണ്ടുകൊണ്ട് വേണം ഈ ദിവസം നമുക്ക് അവസാനിപ്പിക്കാനായി. എന്ത് വിട്ടുകൊടുത്തിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. വെറുതെ അധരവ്യായാമമാകാതെ ഉള്ളിൽ നിന്നുള്ള പ്രാർത്ഥനയായി ഇത് ജീവിക്കാനാവട്ടെ എന്ന അപേക്ഷയോടുകൂടെ കർത്താവിൻ്റെ ആശീർവാദത്തിന് വേണ്ടി, കാരണം എളുപ്പമല്ല ഇത്. എനിക്ക് എൻ്റെതായിട്ടുള്ള പ്ലാനും പദ്ധതിയൊക്കെ അനുസരിച്ച് പോകുമ്പോൾ അത് കർത്താവിന് നിരക്കുന്നതല്ലെങ്കിൽ അത് വേണ്ട എന്ന് തീരുമാനിക്കാനാവുക എന്നുള്ളത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. സ്വർഗത്തിൻ്റെ ശക്തി നൽകണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആശീർവാദത്തിനായി മുട്ടിന്മേൽ നിൽക്കാം. ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയുടെ പാപ്പ എന്നറിയപ്പെടുന്ന വിശുദ്ധ 10-ാം പീയൂസിൻ്റെ തിരുനാളാണ് നാളെ. എല്ലാം ക്രിസ്തുവിൽ നവീകരിക്കുക എന്നുള്ള ചിന്തയോടും പ്രഖ്യാപനത്തോടും കൂടെ സഭയെ ഭരിക്കാൻ എത്തിയ ഒരാൾ എത്ര പെട്ടെന്നാണ് ഈ പരിശുദ്ധ കുർബാനയിലൂടെ സഭയെ മുഴുവൻ നവീകരിച്ചത്, മനുഷ്യരുടെ ഉള്ളിലേക്ക് ഈശോയെ കൊടുത്തത്. ക്രിസ്തുവിലൂടെ നമ്മുടെ കുടുംബങ്ങളും കുഞ്ഞുങ്ങളും നമ്മൾ ഓരോരുത്തരും നവീകരിക്കപ്പെടട്ടെ, അവിടുത്തെ ഇഷ്ടത്തിനനുസരിച്ച് ചരിക്കുന്ന മനുഷ്യരായി മാറട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് കിടക്കകളിലേക്ക് പോകാം. എല്ലാവർക്കും നല്ല രാത്രി നേരുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.